2013 ശേഷം സ്ഥിര നിക്ഷേപമില്ല. ഞാനിത് വിശ്വസിക്കാം. സതീശന് ഇതിൻ്റെ രേഖകൾ കാണിക്കണം. സതീശന് ഇത് എവിടെ നിന്ന് കിട്ടി? നമ്മളെപ്പോലെയല്ലേ? സതീശൻ വിളിക്കും രാത്രി, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ, മോനേന്ദ്ര, എന്തോ മോനേന്ദ്ര, എനിക്ക് കുറേ കണക്ക് വേണമല്ലോ അവിടെ നിന്ന്. ഒവ്വ. നാളെ രാവിലെ തന്നെ വേണം. ഒവ്വ. പിന്നെ നിങ്ങൾക്ക് ട്രഷറിയിൽ സ്ഥിര നിക്ഷേപമൊക്കെ ഇല്ലേ? ഒവ്വ. അതിൻ്റെ കണക്ക് പുറത്തു വിടണ്ട. ഒവ്വ. ആരെങ്കിലുമൊക്കെ വന്ന് ചോദിച്ചാൽ കൊടുക്കരുത്. ഒവ്വ. ഞാൻ ചോദിച്ചാലേ പറയാവൂ. ഒവ്വ. കാരണം നിയമിച്ചിരിക്കുന്ന ആരാ? മോഹനേന്ദ്രനെ. UDF സർക്കാരാണല്ലോ. ഉവ്വ ഉവ്വ എന്ന് പറയില്ല. അത് എന്ത് ചെയ്യും? അപ്പോൾ ഇവിടെ 2003 എത്രയുണ്ട്? 2006, 10. ഞാനിപ്പോൾ അക്കൗണ്ട്സ് ഓഫീസറെ വിളിച്ചിട്ട് തിരിച്ചു വിളിക്കാം. വിളിക്കുക. ഞങ്ങൾക്ക് സ്വീകാര്യമല്ല സതീശ. ഓഡിറ്റ് റിപ്പോർട്ട് വേണം. ഓഡിറ്റ് ചെയ്ത് ഓഡിറ്റർമാർ ഒപ്പിട്ട കണക്ക് ഹാജരാക്കാൻ ഞാൻ VD സതീശനെ വെല്ലുവിളിക്കുകയാണ്. കണാകുണാ വർത്തമാനം പറയരുത് നാട്ടുകാരോട്. ഞാൻ കടലാസും രേഖയും വെച്ചല്ലേ സതീശ സംസാരിക്കുന്നു. നിങ്ങളുടെ കടലാസ് എവിടെ സതീശ? രേഖ എവിടെ? നിങ്ങൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ തൊള്ളതൊള്ളാതെ ഞങ്ങൾ വിഴുങ്ങുന്ന കാലം അവസാനിച്ചു. അവ്യക്തമായ ആരോപണങ്ങൾ. ഇതിലും സുവ്യക്തമായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് സുഹൃത്ത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. ഞാൻ കൊടുത്ത കടലാസിൽ വിവരാവകാശ നിയമത്തിൻ്റെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഒപ്പുണ്ട്. രാംദാസ് അസോസിയേറ്റ്സ് ഓഡിറ്റർമാരുടെ ഒപ്പുണ്ട്. ദേവസ്വം അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ ഒപ്പുണ്ട്. ഇനി ആരുടെ ഒപ്പമുണ്ട്? ഫൈനാൻസ് ഓഫീസറുടെ ഒപ്പുണ്ട്. ഇത് സ്കാൻ ചെയ്ത് കയറ്റാൻ നേരത്തെ എന്നെ സഹായിക്കുന്ന കുട്ടികളുണ്ട് കേട്ടോ. പറഞ്ഞു, സാറേ ഇതിൻ്റെ ഈ സിഗ്നേച്ചർ വേണോ? ഞാൻ പറയും വേണം. സിഗ്നേച്ചർ അടക്കം സ്കാൻ ചെയ്ത് വേണം പുറത്തു പോകാൻ, നാട്ടുകാർ കാണാൻ. അല്ല, അത് നമ്മുടെ സൗകര്യത്തിന് നമ്മൾ കുറച്ച് മുറിച്ച് കളഞ്ഞാൽ അത് ശരിയല്ല. രേഖ കൊടുക്കും, മുഴുവൻ തന്നെ കൊടുക്കുക. അതിന് സമയം എടുത്തോട്ടെ, കുഴപ്പമില്ല. രാത്രി 2 മണിയായി ഈ ജോലി തീർന്നപ്പോൾ. ഞങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി സത്യസന്ധമായിട്ട് രേഖകൾ തരുമ്പോൾ ഇദ്ദേഹം ചുമ്മാ അങ്ങ് പറഞ്ഞു പോവുക. 2003 ഇത്രയായിരുന്നു, 2010 ശേഷം ഇല്ല എന്നൊക്കെ പറഞ്ഞു പോവുക. അത് നമ്മൾ വിശ്വസിക്കണമെന്ന് നിർബന്ധം പിടിക്കുക. അത് വിശ്വസിച്ച് നമ്മൾ പോസ്റ്റർ പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് പറയുക. വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. ഈ നാട്ടിൽ നടക്കുന്ന കാര്യമല്ലേ ഇതൊന്നും? എന്താ സതീശൻ ഈ വലിയ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് മാതൃഭൂമി പത്രത്തിൽ ഇത്ര നീളത്തിൽ കൊടുത്തല്ലോ. എന്നിട്ട് ഫോൺ എടുക്കാനുള്ള തൻ്റെ ഇടമില്ലല്ലോ. വെല്ലുവിളി പോട്ടേന്ന്, സംവാദം പോട്ടെ, ഡിബേറ്റ് പോട്ടെ, പേടിയാണെങ്കിൽ വേണ്ട. നിങ്ങൾ വേണ്ടായിരുന്നോ? ഫോൺ എടുത്തിട്ട് മര്യാദയ്ക്ക് സംസാരിക്കണ്ടേ? എടുക്കണില്ല 2 ദിവസമായിട്ട് വിദ്വാൻ. അറിഞ്ഞുകൂടാഞ്ഞിട്ടുമല്ല, അപരിചിതമായ ഫോണായതുകൊണ്ട് എടുക്കാത്തതുമല്ല. അല്ലല്ലോ. ഒരിക്കൽ ബാബു സംസാരിച്ചു. ഞാനും എൻ്റെ കൂടെ, ഞാൻ ഫുൾ ട്രാക്കിൽ ബാബുവിൻ്റെ പിന്നാലെ തന്നെ ഞാനുണ്ട്. ഒരിക്കൽ എടുത്തിട്ട് ബാബു പറഞ്ഞു, ഇന്ന ആവശ്യത്തിനാണ് ഞാനാണ് സംസാരിക്കുന്നത്, MLA ഒന്ന് തിരിച്ചു വിളിക്കാൻ പറയണം, അല്ലെങ്കിൽ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ എടുക്കാൻ പറയണം. അപ്പോൾ വിവരം അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ചെന്നിട്ടുണ്ട്. എടുക്കാതെ നടക്കുകയാണ്. ഇനിയിപ്പോൾ എടുക്കാത്തതിന് വേറെ കാരണം കൊണ്ടുവരും. എന്തെങ്കിലും കാരണമൊക്കെ ഉണ്ടാവും. MLA അല്ലേന്ന് അദ്ദേഹം കൊടുത്തു കഴിഞ്ഞാൽ പത്രത്തിൽ വരും. ഞാനോ നിങ്ങളോ സംസാരിച്ച പത്രത്തിൽ വരാൻ പോകുന്നു. ഏറെ ബുദ്ധിമുട്ടിക്കഴിഞ്ഞാൽ ഒരു വായനക്കാരുടെ കത്ത് അത് അറ്റവും മൂലയൊക്കെ വെട്ടിയിട്ട് കൊടുത്താലായി, കൊടുത്തില്ലെങ്കിലായി. ഇതല്ല നമ്മുടെ ഗതി. നമ്മൾ അങ്ങനത്തെ സമുദായം അങ്ങനെ ആയിപ്പോയല്ലോ നമ്മുടെ ഹിന്ദു സമുദായത്തിൻ്റെ. ഇപ്പം ഇന്നലെ ഇപ്പോൾ ഈ 16-ാം തീയതിയിലത്തെ ഡേറ്റ് ഇട്ട് അദ്ദേഹം ഇറക്കിയതിനകത്തെ കാര്യങ്ങൾ നോക്കുക. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ വരുമാനം സർക്കാർ കവർന്നെടുക്കുന്നുവെന്ന സംഘപരിവാർ ശക്തികളുടെ കള്ളപ്രചാരണം പൊളിഞ്ഞതിനെ തുടർന്ന്. എപ്പോൾ പൊളിഞ്ഞു എന്നങ്ങ് ഇദ്ദേഹം പ്രഖ്യാപിച്ചു. എപ്പോൾ പൊളിഞ്ഞു? ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ട്രഷറിയിൽ കാശിടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ തെളിവ് ഹാജരാക്കി. അപ്പോൾ വാദം പൊളിഞ്ഞതറിയാം, നിങ്ങളുടെയോ ഞങ്ങളുടെയോ? ചേട്ടാ, ഇത് പിടിച്ച് ഞാൻ അവൻ എന്നെ കെട്ടിയെന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രചരണം പൊളിഞ്ഞു. ഞങ്ങളുടെ പൊളിഞ്ഞിട്ടില്ല സതീശന് ഈ തെക്കും വടക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ആരുടെ വാദമാണ് പൊളിഞ്ഞത്? ₹1 ട്രഷറിയില്ലെന്ന് സതീശൻ ഏഷ്യാനെറ്റിൽ പറഞ്ഞു, VT ബലറാം ഏഷ്യാനെറ്റിൽ പറഞ്ഞു. 2 പേരും ഇതേ വാക്കുകൾ ആവർത്തിച്ചു. വീഡിയോ ക്ലിപ്പിങ് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് സതീശ. കള്ളക്കളി നടത്തില്ല. ഇനി ഞാൻ ആ വീഡിയോ പുറത്തുവിടും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഇന്നത്തെ കാലത്ത് രക്ഷപ്പെടുത്താൻ സാധ്യതയില്ല. നിങ്ങൾ നോക്കിയാൽ അറിയാം. യൂട്യൂബിൽ VT ബലറാം ₹1 VD സതീശൻ ₹1 ഇന്നിപ്പോൾ ഒരു നയാ പൈസ എന്ന് വരെ എഴുതിയിട്ടുണ്ട്. അതിന് തമാശ നോക്കണേ. ഇദ്ദേഹം പറയുകയാണ്,
ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ വരുമാനത്തിൽ നിന്നും നയാ പൈസ പോലും സർക്കാർ എടുക്കുന്നില്ല. ഗുരുവായൂർ ക്ഷേത്ര വരുമാനം ട്രഷറിയിൽ അടയ്ക്കുന്നുവെന്നത് തെറ്റായ പ്രചാരണമാണ്. കേട്ടോളണേ, ഗുരുവായൂർ ക്ഷേത്ര വരുമാനം ട്രഷറിയിൽ അടയ്ക്കുന്നുവെന്നത് തെറ്റായ പ്രചാരമാണ്. ഒരു 4 വരി കഴിയുമ്പോൾ വി ഡി സതീശൻ പറയുകയാണ്, 2003 ദേവസ്വത്തിൽ 123 ലക്ഷം രൂപയാണ് സ്ഥിര നിക്ഷേപം ഉണ്ടായത്. ഇത് 2006 കാലാവധി പൂർത്തിയായി പലിശ സഹിതം പിൻവലിച്ചു. 2010 19 ലക്ഷം രൂപ സ്ഥിര നിക്ഷേപം ഉണ്ടായിരുന്നത് 2013 പൂർത്തിയായി പലിശ സഹിതം പിൻവലിച്ചു. 2013 ശേഷം സ്ഥിര നിക്ഷേപമില്ല. ട്രഷറി സേവിങ്സിൽ നിക്ഷേപിക്കുന്നത് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പോലെ തന്നെയാണ്, അല്ലാതെ സർക്കാരിലേക്ക് എടുക്കുന്നതല്ല. അപ്പോൾ ഈ 2003 123 ലക്ഷം, ഈ 2010 19 ലക്ഷം, ഇതൊക്കെ ട്രഷറിയിലല്ലേ ഇട്ടത്? ആണല്ലോ. അതുകൂടാതെ ഇദ്ദേഹം പറയുകയാണ്, ഗുരുവായൂർ ദേവസ്വത്തിന് ട്രഷറിയിൽ അക്കൗണ്ട് ഉള്ളത് വനം വകുപ്പിൽ നിന്നും ചന്ദനം വാങ്ങുവാനാണ്. എൻ്റെ അമ്മേ, 1.25 കോടി രൂപയുടെ ചന്ദനം വാങ്ങാനായിട്ട് ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതാരെ തീകൂട്ടി കത്തിക്കാനാണ്? ഇതിനും മാത്രം ചന്ദനം മേടിക്കാൻ 1.25 കോടി രൂപയുടെ ചന്ദനത്തിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു. ശരി, ചന്ദനത്തിനായിക്കോട്ടെ കുങ്കുമത്തിനായിക്കോട്ടെ ഡെപ്പോസിറ്റ് ആണല്ലോ. ഇദ്ദേഹം തന്നെ തൊട്ട് മുമ്പ് പറഞ്ഞതെന്താ? തൊട്ട് മുമ്പത്തെ പാരഗ്രാഫിൽ ഗുരുവായൂർ ക്ഷേത്ര വരുമാനം ട്രഷറിയിൽ അടയ്ക്കുന്നുവെന്നത് തെറ്റായ പ്രചാരണമാണ്. ട്രഷറിയുടെ 1.25 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്, അത് ചന്ദനത്തിനുള്ളതാണെന്നും പറയുന്നു. ട്രഷറിയിൽ ഞങ്ങൾ നിക്ഷേപിച്ചിട്ടില്ല എന്നും പറയുന്നു. അവ്യക്തമായിട്ട് സംസാരിക്കുന്നത് ആരാണ്? സതീശൻ തുടക്കത്തിൽ പറയുകയാണ്, എനിക്കെതിരെ അവ്യക്തവും അടിസ്ഥാനരഹിതവുമായ കാര്യങ്ങൾ. വി ഡി സതീശൻ്റെ കണക്കിന് അടിസ്ഥാനമില്ല. വി ഡി സതീശൻ്റെ വാദഗതികൾ അവ്യക്തമാണെന്ന് മാത്രമല്ല, പരസ്പര ബന്ധമില്ലാത്തതാണ്. ഒരു ഖണ്ഡികയിൽ പറയുന്നു ട്രഷറിയിൽ നിക്ഷേപമില്ല, അടുത്ത ഖണ്ഡികയിൽ പറയുന്നു 123 ലക്ഷം എന്ന് വെച്ചാൽ 1.25 കോടിയാണല്ലോ. 1.25 കോടി ട്രഷറിയിൽ ഇട്ടിരിക്കുന്നത് ചന്ദനം വാങ്ങാനാണ്. ചന്ദനം വാങ്ങാനോ റേഷൻ മേടിക്കാനോ കാശ് ഇട്ടിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. ഇനി അതുപോട്ടെ, ഒരു വർഷം മുമ്പ്, കഷ്ടിച്ചൊരു വർഷം മുമ്പ്, ഡിസംബർ 28, 2014 ദേശാഭിമാനിയിൽ വെണ്ടയ്ക്കയിൽ വാർത്ത വന്നു. ശമ്പളം കൊടുക്കാൻ പണമില്ല, കോർപ്പറേറ്റ് ബാങ്കുകളിൽ നിന്ന് 180 കോടി രൂപ പിൻവലിക്കാൻ തീരുമാനം, ശബരിമല നടവരവ് നേരിട്ട് ഖജനാവിലടയ്ക്കാൻ നിർദ്ദേശം. ഈ പത്രം ദേശാഭിമാനി ഞങ്ങളെ വിശ്വസിക്കേണ്ട, ഇപ്പോൾ ജന്മഭൂമിയെ വിശ്വസിക്കേണ്ട. അവ്യക്തവും അടിസ്ഥാനരഹിതമാണല്ലോ. സുവ്യക്തമായ കാര്യങ്ങൾ പറയുന്ന പത്രമാണല്ലോ. നേരത്തെ അറിയിക്കുന്നത് നേരാണോ എന്ന് അറിയിക്കുന്നത് വലിയ സർക്കസുകാരാണ് ദേശാഭിമാനി. അവരാണ് നടവരവ് നേരെ ഖജനാവിലടയ്ക്കാൻ. ഖജനാവ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഖജനാവിൻ്റെ ഇംഗ്ലീഷ് പേരാണ് ട്രഷറി. എന്ത് ഈ വാക്ക് കേട്ട് കളിക്കുന്ന ഇങ്ങനെ? ചിലപ്പോൾ ഖജനാവ് എന്ന് ഉപയോഗിക്കുക, ചിലപ്പോൾ ട്രഷറി എന്ന് ഉപയോഗിക്കുക, ചിലപ്പോൾ വെറുതെ സർക്കാർ എന്ന് പറയുക. ഇതിലൊന്നും ഒരു അർത്ഥവുമില്ല. ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, സർക്കാരിൻ്റെ കീഴിൽ എത്രയോ ബോർഡുണ്ട്. റബ്ബർ ബോർഡ്, കാർഡമം ബോർഡ്, ചെത്തുതൊഴിലാളി ക്ഷേമനിധി ബോർഡ്, ദേവസ്വം ബോർഡ്, ഇലക്ട്രിസിറ്റി ബോർഡ്, വഖഫ് ബോർഡ്, ഇതൊക്കെ സർക്കാരിൻ്റെ ബോർഡുകളാണ്. സർക്കാരാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. ഇതല്ലേ ഞങ്ങളുടെ വാദം. സർക്കാർ ഉടമസ്ഥനായിക്കൊണ്ട് സർക്കാർ കൈകാര്യം ചെയ്യുന്നു. സർക്കാരിനൊന്നും ചെയ്യാനില്ല, എല്ലാം ബോർഡാണ് ചെയ്യുന്നത്. ഞങ്ങൾ 5 പൈസ എടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ദേവസ്വം വകുപ്പ് മന്ത്രിയും? എന്തിനാണ്? സ്വയംഭരണ സ്ഥാപനം എന്നൊക്കെ പറയാമെന്നേ ഉള്ളൂ. സ്വയംഭരണ സ്ഥാപനം കാണണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടല്ല, സ്വയംഭരണ സ്ഥാപനമാണ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ ആരെങ്കിലും ഓച്ചാനിക്കുന്നത്? ഇല്ല. സ്വയംഭരണ സ്ഥാപനമാണ്, ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പോൾ അവർക്ക് സർക്കാരിനോട് ആജ്ഞാപിക്കാം, നാളെ തിരഞ്ഞെടുപ്പാണ്, എനിക്ക് 2000 പോലീസുകാരെ പറവൂർ വേണം, 3000 പേര് മുനമ്പത്ത് വേണം, കൊടുത്തോളണം. സ്ഥലം മാറ്റണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കണം. അറിയാലോ, ഒരിക്കൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷൻ കമ്മീഷനാണ് ഭരണം. അതാണ് സ്വയംഭരണം. അതുണ്ടോ ദേവസ്വം ബോർഡിന്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടോ എന്ന് വിളിച്ചാൽ ഉവ്വ എന്ന് പറയുന്ന ബോർഡ് നിങ്ങൾ വെച്ച ആളല്ലേ? ആരെങ്കിലും തുറത്ത് കെട്ടി നിന്നല്ലേ നിങ്ങളോട് സംസാരിക്കുകയുള്ളൂ? ഈ ചാനൽ ചർച്ചകളിലെല്ലാം പഴയതും പുതിയതുമായ ബോർഡ് മെമ്പർമാരെ കൊണ്ടുവന്നിരുത്തിയിട്ട് അവർ പറയുന്നത് എന്തോ ആപ്തവാക്യം എന്നുള്ള മട്ടിലൊരു പ്രതീതി സൃഷ്ടിച്ചു. രാമൻ നായരും കൃഷ്ണൻ നായരും ചന്ദ്രമോഹനും ഒക്കെ വന്നിരുന്നിട്ട് ഇവർ മറ്റവരുടെ കൊളാമ്പിയല്ലേ അവർ പറയുന്നതിനെതിരെ ഇവർക്ക് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ ജോലി പോവും.
വലിയ കാറും പത്രാസും ഒക്കെ ആയിട്ട് ദേവസ്വം ബോർഡിൽ സുഖമായിട്ട് കഴിയുന്ന ആൾ സ്വന്തം ജോലി കളയുമോ? മന്ത്രിക്കെതിരെ സംസാരിച്ചിട്ട് ഇല്ല. അപ്പം അന്ന് നടപരവ് നിങ്ങൾ എടുത്തില്ല. ഒരിക്കലും ഇത് പൊട്ടിത്തെറിക്കുമായിരുന്നു കേട്ടോ. 2010 അന്ന് അച്യുതാനന്ദൻ ഭരിക്കുക. ഇവരുടെ കൂട്ടത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു ചോദ്യം ചോദിച്ചു. സ്റ്റാർ ഇട്ടതോ ഇടാത്തതോ ഷെഡ്യൂളിലുള്ളതോ ആയ ചോദ്യമല്ല. ശബരിമലയിലെ സൗകര്യങ്ങൾ എന്തെന്നൊക്കെ ഒന്ന് ചോദിച്ച് തുടങ്ങിയിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു, അമ്പലങ്ങളിലെ വരുമാനം സർക്കാർ കൊണ്ടുപോകുന്നു എന്നുള്ള ആക്ഷേപം കൂടിക്കൂടി വരുന്നു. ഉടനെ സ്പീക്കറും ബാക്കിയുള്ളവർ തിരുവഞ്ചൂർ ഇത് നിങ്ങളവിടെ ഇരിക്കും നിങ്ങളെ ചോദ്യം കഴിഞ്ഞു, ഇത് നിങ്ങൾ എഴുതി തന്ന ചോദ്യമൊന്നുമല്ല. അപ്പോൾ തിരുവഞ്ചൂർ ചോദിക്കുന്നു, സാർ ഞാനത് ചോദിച്ചാൽ എന്താണ് സാർ, എന്താ സാർ, എന്നെ അത് ചോദിക്കാൻ അനുവദിക്കണം സാർ. അപ്പോൾ സ്പീക്കർ പറഞ്ഞു, എഴുതി തരാത്ത ഭാഗം ഇവിടെ പറയരുത്, നിങ്ങൾ ഈ ചോദ്യം എഴുതി തന്നില്ല, അതുകൊണ്ട് പറഞ്ഞു. നിശബ്ദനായി തിരുവഞ്ചൂർ. അങ്ങേരും പാർട്ടിക്കാരനാണല്ലോ, ജീവിച്ചു പോകണമല്ലോ. കാരണം ഇവരെടുക്കുന്നുണ്ട്, LDF എടുക്കും, UDF എടുക്കും. തിരുവഞ്ചൂർ ഇടയ്ക്കൊന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി ഒന്ന് ചോദിച്ചാൽ ബാക്കി എല്ലാവരും കൂടെ അടിച്ചിരുത്തി. ഇതാണ് നടക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ കൂട്ടത്തിൽ കമ്പനിയിൽ പ്രവർത്തിച്ചവരും കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നവരും പലരും കാണും. നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ട് തിരിച്ച് മേടിച്ചു എന്ന് വെച്ചോ, ആരും അറിയില്ല, ഒരു ഓഡിറ്ററും അറിയില്ല, ബാങ്കിലറിയും. ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മളറിയും. 10,000-കണക്കിന് ട്രാൻസാക്ഷൻ നടക്കുന്ന ബാങ്കിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ആരിത് നോക്കിയെടുക്കും? 10-ാം തീയതി 20 കോടി രൂപ പോയി, 30-ാം തീയതി അതിൽ നിന്നൊരു 5 കോടി തിരിച്ചു വന്നു, ബാക്കി 15 അവിടെ കിടന്നു. ആരറിയാൻ, ആര് നോക്കാൻ? കണക്ക് വരുമ്പോൾ ഇത് പുറത്തു വരുമല്ലോ എന്ന് വിചാരിക്കരുത്. ഓഡിറ്റർമാർക്ക് ഇവർ വിവരം കൊടുക്കാറില്ല. ഞാനത് എഴുതിയിരുന്നു പ്രത്യേകം. കോപ്പറേറ്റീവ് ബാങ്കിൽ പണം നിക്ഷേപിക്കും. എന്തിനാ ഈ കോപ്പറേറ്റീവ് ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നത്? ഷെഡ്യൂൾഡ് ബാങ്കിൽ നിക്ഷേപിക്കാമല്ലോ. അല്ല, ഇരിക്കട്ടെ, കുറച്ച് കോപ്പറേറ്റീവ് ബാങ്കിനും കിട്ടിക്കോട്ടെ, അതുകൊണ്ടൊന്നുമല്ല. കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് സർക്കാരിന് പണം എടുക്കാൻ സാധിക്കും. ഷെഡ്യൂൾഡ് ബാങ്കിൽ അവിടെ മാനേജറെ വിളിച്ച് പറഞ്ഞ് 100 കോടി ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യുമോ? അയാൾ പോയി പണി നോക്കാൻ പറയും. കോപ്പറേറ്റീവ് ബാങ്കിൽ ചെയ്യും. കാരണം കോപ്പറേറ്റീവ് ബാങ്കിൽ നമുക്കറിയാമല്ലേ, LDF, UDF, BJP മത്സരിച്ചൊരു പാനലൊക്കെ വന്നിട്ട് അവരാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. കോപ്പറേറ്റീവ് ബാങ്കിൽ അവർ ഒരു ടെമ്പററി അഡ്വാൻസ് ടു ഡിസ്ട്രിക്ട് കളക്ടർ മറ്റേ ആൾ പറഞ്ഞിട്ട് ട്രാൻസ്ഫർ ചെയ്തതാ. ഇതിനാണ് കോപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ടുപോയി കാശിടുന്നത്. അല്ലാതെ സഹകരണം ജനങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല. ഇത് സർക്കാരിലേക്ക് പോകുന്ന വേറൊരു ഊടുവഴിയാണ്. സർക്കാരിലേക്ക് പണം പോകുന്നതിൻ്റെ ഊടുവഴി. ചെത്തുതൊഴിലാളി ക്ഷേമനിധിയിൽ ഇടാൻ ദൈവം സഹായിച്ചത് വരെ പറഞ്ഞിട്ടില്ല. ഇനി പറയാതെ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് ഓഡിറ്റർമാർ കണക്ക് ചോദിക്കും. കണക്ക് ചോദിക്കുമ്പോൾ ഇവർ മറുപടി കൊടുക്കുകയില്ല. മറുപടി കൊടുത്തില്ലെങ്കിൽ ഓഡിറ്റർമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. മറുപടി കിട്ടിയില്ല എന്ന് അവർ രേഖപ്പെടുത്തും. ശബരിമല അടക്കം ദേവസ്വം ബോർഡിലെ ഏകദേശം 21 അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ കയ്യിൽ 2010 4 കോടി 4 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് നിൽപ്പുണ്ട്. അഡ്വാൻസ്. എന്തിനാ ഇത്ര വലിയ തുക അഡ്വാൻസ് ആയിട്ട് ഇവർ കയ്യിൽ വെച്ചതെന്ന് ചോദിച്ചാൽ ആർക്കും സമാധാനമില്ല. എന്നാൽ അത് തിരിച്ചടയ്ക്കുമെന്ന് പറഞ്ഞാൽ അടയ്ക്കുന്നുമില്ല. ഓഡിറ്റർമാർ അതേപോലെ രേഖപ്പെടുത്തി. ഇത്ര അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ കയ്യിൽ 4 കോടി 4 ലക്ഷത്തി ചില്ലാനും കിടക്കുന്നു. കണക്ക് ചോദിച്ചിട്ട് ആരും തന്നില്ല, തിരിച്ചൊട്ട് അടച്ചിട്ടുമില്ല എന്ന് രേഖപ്പെടുത്തിയാൽ അത് അവർക്കൊന്നും ചെയ്യാൻ, അവർക്ക് എക്സിക്യൂട്ടീവ് പവറില്ലല്ലോ. പോലീസിനെ അയച്ചവരെ പിടിപ്പിക്കാൻ പറ്റില്ലല്ലോ. ശബരിമലയിലെ അസിസ്റ്റന്റ് കമ്മീഷണർ കയ്യിൽ മാത്രം 2.5 കോടി രൂപ 2.5 കോടി രൂപ 2010. 2011 ഇത് 68 ലക്ഷമായിട്ട് കുറഞ്ഞു. എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ട് അദ്ദേഹവും മറുപടി കൊടുത്തിട്ടില്ല. വിവിധ കോപ്പറേറ്റീവ് ബാങ്കുകളിലായിട്ട് 48 ലക്ഷം രൂപ നിക്ഷേപിച്ചിരിക്കുന്നു. അതിനകത്ത് കീഴൂർ സഹകരണ ബാങ്ക് എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് തപ്പിപ്പിടിക്കണം കേട്ടോ. കീഴൂർ സഹകരണ ബാങ്കിലാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപം പോയിരിക്കുന്നത്. പക്ഷേ നിക്ഷേപിച്ചതിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ രസീത് കിട്ടുമല്ലോ. ഈ രസീതില്ല. ഓഡിറ്റർമാർ എഴുതിയിരിക്കുന്നു, ഞങ്ങൾ 2011 ഈ റെസീറ്റ് ചോദിച്ചു, ഞങ്ങളിപ്പോൾ ഓഡിറ്റ് ചെയ്യുന്നത് 2014 ഇന്ന് വരെ ഞങ്ങളെ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ റെസീറ്റ് കാണിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഞാനൊരു കമ്പനി നടത്തുമ്പോൾ ഇന്ന ബാങ്കിൽ എനിക്ക് ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് ഞാൻ ചുമ്മാ കടലാസിൽ കുറിച്ച് കൊടുത്താൽ മതിയോ? ഡെപ്പോസിറ്റിൻ്റെ റെസീറ്റ് കാണിക്കണ്ടേ? ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കണ്ടേ? ഒന്നുമില്ല. ഓഡിറ്റർമാർ നിസ്സഹായരാണ്.
അവരിങ്ങനെ എഴുതി വെച്ചു, ചോദിച്ചു, കിട്ടിയില്ല, പലതവണ ചോദിച്ചു. ഇൻ സ്പൈറ്റ് ഓഫ് റിപ്പീറ്റഡ് റിക്വസ്റ്റ് ദ ഒറിജിനൽ FD റെസിപ്റ്റ്സ് വെയർ നോട്ട് ഷോൺ ടു അസ് ഫോർ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് താഴെ ഡെപ്പോസിറ്റിൻ്റെ ലിസ്റ്റും കൊടുത്തു. ഇത് പറയുമ്പോൾ ഇവർ പറയുന്നുണ്ടെന്നറിയാമോ? അതൊക്കെ ഹൈക്കോടതി പരിശോധിക്കുന്നതാണ്. ഇനി എന്ന ഈ കണക്ക് ഹൈക്കോടതിയിൽ പോകാൻ പോകുന്നത്? ഹൈക്കോടതിയിൽ എത്ര കേസുകൾ പെൻഡിങ് കിടക്കുന്നു. ഇവർ തന്നെ 3 വർഷം പുറകിൽ. ഇത് കഴിഞ്ഞ് കൊണ്ടുപോയി ഹൈക്കോടതിയിൽ കൊടുക്കും. ഹൈക്കോടതി എന്താ ഓഡിറ്ററാണോ ജഡ്ജിമാർ? അവർക്കിത് പരിശോധിച്ച് നോക്കാനുള്ള എക്സ്പെർട്ടീസ് അവർക്കില്ലല്ലോ. അവർ ഹൈക്കോടതിയിൽ നിന്ന് ഉള്ള ആൾക്കാരെ കൊണ്ട് ഇത് പരിശോധിപ്പിച്ചു, ഇതിനകത്ത് പോകുന്ന പോരായ്മയുണ്ടോ, അല്ലെങ്കിൽ ഈ ഓഡിറ്റർമാരുടെ റിപ്പോർട്ട് നോക്കിയിട്ട് ഇതിലെന്ത് നടപടിയെടുത്തു എന്ന് സർക്കാരിനോട് ചോദിക്കണം. സർക്കാർ 2 മാസം മിണ്ടാതിരിക്കും. പിന്നെ ഹൈക്കോടതി ജഡ്ജിക്ക് ദേഷ്യം വരും. കോർട്ട് ലക്ഷ്യത്തിന് കേസെടുക്കും ഞാൻ, എവിടെ? അപ്പോൾ എന്തെങ്കിലും എഴുതി കൊടുക്കും. ഈ എഴുതി കൊടുത്തത് അവിടെ കിടക്കും. ജഡ്ജിക്ക് സമയമില്ല. അപ്പോഴത്തേക്ക് ജഡ്ജി മാറി, പുതിയ ജഡ്ജി വന്നു. അദ്ദേഹം പരിശോധിച്ചു, നോക്കിയിട്ട് പറഞ്ഞു ഇത് തൃപ്തികരമല്ല, ഇത് കുറച്ചുകൂടി വിശദീകരണം വേണം. ഓ തരാം, തിരിച്ചു കൊടുത്തു. വീണ്ടും ഇങ്ങനെ പോവുകയാണിത്. ഇതൊരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കിയില്ലെങ്കിൽ ഈ കള്ളന്മാർ ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ടേയിരിക്കും. നമുക്കൊരു ട്രേസും കിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ പറഞ്ഞില്ലേ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ശബരിമല ഇല്ലാതെയുള്ള കടലാസ് എനിക്ക് തന്നത് 800 ചില്ലാനും കടലാസുണ്ട്. അതാണ് ഈ 1600 രൂപ. ഒരു കടലാസിന് 2 രൂപ വെച്ചിട്ട്. ശബരിമലയുടെ ഒറ്റ ലൈനേ അതിലുള്ളൂ. ശബരിമലയുടെ ഓഡിറ്റ് പ്രത്യേകം തയ്യാറാക്കി ഹൈക്കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചോ, അതിന് ഉത്തരയില്ല. ഓഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഷെഡ്യൂൾ വയ്ക്കണം. ഇവരെഴുതി വയ്ക്കുമല്ലോ, ഇന്ന ചിലവ്, മരാമത്തിന് ചിലവിത്ര, മറ്റേതിന് ചിലവിത്ര, മറിച്ചതിന് ചിലവിത്ര, ഇങ്ങനെ എഴുതും. ഇതൊക്കെ ഐറ്റം തിരിച്ച് എന്തിനൊക്കെ എത്രയൊക്കെ ചിലവായി എന്ന് കാണിക്കുന്നതാണ് ഷെഡ്യൂള്. ഞാൻ ബാലൻസ് ഷീറ്റ് ചോദിച്ചപ്പോൾ അതിൽ ഷെഡ്യൂളും വെച്ചിട്ടില്ല. ഇനി ഷെഡ്യൂൾ തന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ അപേക്ഷ കൊടുക്കണം. പഴയ പോലെ പോയി ഫ്രാങ്കിങ് മെഷീൻ ഇല്ല എന്ന് പറഞ്ഞ് താമസിച്ച് അതിനുവേണ്ടി തിരുവനന്തപുരത്ത് പോയി മേടിക്കണം. ഇത് ചെയ്യണം എന്നാണ് നമ്മുടെ VD സതീശനും VT ബലറാമും ശിവകുമാറും ഒക്കെ പറയുന്നത്. നിങ്ങൾക്ക് കാര്യം അറിയണമെങ്കിൽ നിങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ചോദിക്കണം. അതൊരു മര്യാദയല്ല, ഒട്ടും മര്യാദയല്ല. നിങ്ങളുടെ വീട്ടിലെ കണക്കൊന്നും ആരും ചോദിച്ചില്ലല്ലോ. പൊതു സ്വത്തിൻ്റെ കണക്കല്ലേ ചോദിക്കുന്നത്. നിങ്ങൾ ബജറ്റ് നിയമസഭയിൽ വെച്ച് പാസ്സാക്കുന്നതല്ലേ? അല്ല, നിയമസഭയിൽ വിവരാവകാശ നിയമപ്രകാരം MLA ചോദിക്കുമ്പോഴാണോ നിങ്ങൾ ബജറ്റിൻ്റെ കടലാസ് കൊടുക്കുന്നത്? അല്ലല്ലോ. അത് പൊതുജനങ്ങൾക്ക് ലഭ്യമാകണം. നിങ്ങളുടെ ബജറ്റ് വെബ്സൈറ്റിൽ വരുന്നുണ്ട്. മെയിൻ ബജറ്റ് ഇതിനേക്കാളൊക്കെ എത്രയോ വലുതാണ്. കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിൻജൻസി ഫണ്ട്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ഇതൊക്കെ ചേർന്നുള്ള ഭീമാകാരമായ സർക്കാരിൻ്റെ ചെലവുകൾ പ്ലാനിംഗ് ബോർഡിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകുന്നുണ്ട്. സർക്കാരിൻ്റെ തന്നെ വെബ്സൈറ്റിൽ കാണിക്കുന്നുണ്ട്. അത് കാണിക്കാമെങ്കിൽ പിന്നെ ഇത് കാണിക്കാത്തത് എന്താ? അപ്പോൾ ഇതിനകത്ത് എന്തോ കള്ളത്തരമുണ്ട്. ഞാനൊരു ആരോപണം പറയുകയാണ്. ഈ അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ കയ്യിൽ കിടക്കുന്ന 4 കോടി രൂപ, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിലുണ്ട് എന്ന് പറഞ്ഞിട്ട് രസീത് ഇല്ലാതെ പോയ 48 ലക്ഷം രൂപ, ഇതൊക്കെ സർക്കാർ സൂത്രത്തിന് അടിച്ചു മാറ്റിയതാണ്. പോട്ടെ, VD സതീശന് അടിച്ചു മാറ്റിയതാണെന്ന് ഞാൻ ആരോപണം ഉന്നയിക്കുന്നു. ആരോപണമാണ്. VD സതീശന് എന്ത് സമാധാനം പറയും? എന്ത് പറയും? ചുമ്മാ ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞാൽ പോരല്ലോ. അത് എവിടെ പോയി എന്ന് പറയണ്ടേ? നിങ്ങൾ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുകയല്ലേ, ദേവസ്വം ബോർഡ് ഭരിക്കുകയല്ലേ. നിങ്ങൾ കാണാതെ പോയി എന്ന് ഓഡിറ്റർമാർ പറയുന്ന കാശ് എവിടെ പോയി എന്ന് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? അവർ 2011 മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. 14 അവർ ആയുധം താഴെ വെച്ചു. ഞങ്ങൾ ഇത്രയും കാലം ചോദിച്ചു, തന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ ആയുധം താഴെ വെച്ചു. ഇന്നിപ്പോൾ 15 തീരാറായിരിക്കുന്നു. ഇത്രയും കാലമായിട്ട് ഉത്തരവാദപ്പെട്ട മന്ത്രിക്ക് ഇതിന് മറുപടി ഉണ്ടോ? പറയണ്ടേ അങ്ങേര്? ഇനി അഥവാ ഇങ്ങനെ എന്തെങ്കിലും തിരിമറി നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നടപടി എടുക്കണ്ടേ? എടുത്തില്ലെങ്കിൽ അദ്ദേഹമല്ലേ ഉത്തരവാദി? ഇത് ചോദിച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്കൊന്നും അറിയാൻ മേല, ഞങ്ങൾ 1 രൂപ പോലും എടുക്കുന്നില്ല, 1 രൂപ പോലും ഇനി 1 രൂപ എടുക്കുന്നില്ല എന്ന് വെച്ചു എന്ന് വെച്ചിട്ട് ഇത് മിസ്മാനേജ് ചെയ്യാനുള്ള നിങ്ങൾക്ക് അവകാശമുണ്ടോ? 1 രൂപ എടുക്കുന്നില്ല, ശരി, വേറെ ആരെങ്കിലും എടുത്താൽ ഞാനിട്ട് ഉത്തരവാദിയല്ല, ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇതിന് സമാധാനം പറയണ്ടേ? ഇതൊക്കെ എന്തൊരു ഏർപ്പാടാണ്! ഈ ഏർപ്പാട് ഇനിയും ഹിന്ദു സമൂഹം വകവെച്ചു കൊടുക്കില്ല. ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളും നിങ്ങളുടെ ഇറാൻ മൂളികളുമായിട്ടുള്ള ആൾക്കാരുടെ ഈ ഏർപ്പാട് അനുവദിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ഇപ്പം നടക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ തെരഞ്ഞെടുപ്പ് ബ്രീഫായിട്ട് ഞാനൊന്ന് പറയാം. 2 മെമ്പർമാരെ നിയമസഭയിലെ ഹിന്ദു മന്ത്രിമാർ തിരഞ്ഞെടുക്കും. 1 മെമ്പറെ നിയമസഭയിലെ ഹിന്ദു MLA തിരഞ്ഞെടുക്കും.
ഈ സിസ്റ്റം വരാൻ കാര്യം എന്താ? MLA മാരെന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികളാണ്, ദേവസ്വം ബോർഡിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഹിന്ദുക്കളുടെ വികാര വിചാരങ്ങൾ, അവരുടെ അഭിപ്രായം, അവരുടെ ആഗ്രഹം, ഇതെല്ലാം ഈ ഹിന്ദു MLA പ്രതിഫലിപ്പിക്കും. അയാളിലൂടെ നമ്മുടെ അഭിപ്രായം പുറത്തു വരും. ഇതിനാണിത് ചെയ്തത്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ? ഈ ആക്ട് പാസ്സാക്കി ഇപ്പോൾ 50-55 വർഷം കഴിഞ്ഞപ്പോൾ ഹിന്ദു MLA മാരുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറഞ്ഞു. ഇപ്പോൾ 72 73 മറ്റോ ഉള്ളൂ. ഒരാളിൻ്റെ എനിക്ക് സംശയമുണ്ട്, പേരുകൊണ്ട് മതം മനസ്സിലാവുന്നില്ല. ശരി, 72 ആവാം, 73 ആവാം, കഷ്ടിച്ച് 50%. അപ്പോൾ 50% ഹിന്ദു MLA മാർ ഹിന്ദുക്കളുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നു എന്ന് വയ്ക്കാം. ബാക്കി 50% ഹിന്ദുക്കളോ? നിങ്ങൾ ഭാഗ്യവാന്മാരാണ് വടക്കം പറവൂരുകാർ. പലപ്പോഴും LDF ആണെങ്കിലും UDF ആണെങ്കിലും ഒരു ഹിന്ദു MLA ജയിച്ചു വരും. ഞാൻ കൊച്ചിക്കാരനാണ്. 57-ലും 60-ലും നടന്ന തെരഞ്ഞെടുപ്പിൽ KK വിശ്വനാഥൻ ജയിച്ചതിന് ശേഷം കൊച്ചിയിൽ നോൺ ഹിന്ദുവാണ് ജയിച്ചിരിക്കുന്നത്. എറണാകുളത്ത് 87-ലെ തെരഞ്ഞെടുപ്പിൽ MK സാനു ജയിച്ചതല്ലാതെ ചരിത്രത്തിൽ ഇന്ന് വരെ എറണാകുളത്ത് ഹിന്ദു ജയിച്ചിട്ടില്ല. അതിൻ്റെ കാരണം ഞാൻ പറയുന്നില്ല. ഇപ്പോൾ പിന്നെ ഞാൻ വർഗീയവാദി എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു കെട്ടാൻ വരുന്നു. 153A എന്ന് പറഞ്ഞൊരു വകുപ്പും കൊണ്ട് നടക്കുകയാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ, കണ്ണിക്കണ്ട ആളിനെതിരെയൊക്കെ. ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾക്കെതിരെയൊക്കെ 153A വരും. ബാലഗംഗാധര തിലകന് മുന്നിൽ തുടങ്ങിയ സർക്കസായത് 153A IPCയിലെ വകുപ്പ്. ഏതായാലും ഞാനതിൽ കിടക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാലോ എന്താ കാര്യം. ഒരു ഹിന്ദു ജയിച്ചു വരാത്തതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം. എറണാകുളത്താണെങ്കിലും കൊച്ചിയിലാണെങ്കിലും കളമശ്ശേരിയിലാണെങ്കിലും പാലായിലാണെങ്കിലും പുതുപ്പള്ളിയിലാണെങ്കിലും മഞ്ചേരി, താനൂർ, തിരൂർ, കുറ്റിപ്പുറം ഒരു സ്ഥലത്ത് ഹിന്ദു ജയിച്ചു വരില്ല. സത്യമാണ്. പക്ഷേ അവിടെ ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട്, അവിടെ ഹിന്ദുക്കളുണ്ട്. അവരുടെ അഭിപ്രായം പ്രതിഫലിക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ വലിയൊരു ശതമാനം, 50%-ഓളം ഹിന്ദുവിൻ്റെ അഭിപ്രായം ദേവസ്വം ബോർഡിൻ്റെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നില്ല. ഈ കാര്യം ഭരണഘടനാ വിരുദ്ധമാണ്, ജനാധിപത്യത്തിൽ സംഭവിച്ചുകൂടാത്തതാണ്. ജനാധിപത്യത്തിൽ തുല്യത ആർട്ടിക്കിൾ 14, ഭരണഘടനയിലെ അനുച്ഛേദം ആർട്ടിക്കിൾ 14 അനുസരിച്ച് നിയമത്തിൻ്റെ പരിരക്ഷയും ബാധ്യതയും എല്ലാവർക്കും ഒരുപോലെയാണ്. നിയമത്തിൽ നിന്ന് നമുക്കൊരു പരിരക്ഷ കിട്ടുന്നുണ്ട്, അതുപോലെ നിയമം അനുസരിക്കാനൊരു ബാധ്യത, ഒരു ബുദ്ധിമുട്ട്, അതും നമ്മൾ സഹിക്കണം.